അനുരാഗ വിലോചിതനായി അതിലേറെ മോഹിതനായി ലാലലാലലാല. ഞാൻ എന്തായി കാണുന്നത്? മാറ, ഇതെല്ലാം നശിപ്പിക്കില്ല. ഇടാ മാറാൻ. എന്താണ് ഇത്? എന്റെ പൗഡർ, എന്റെ ഷർട്ട്, എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഈ പിള്ളേരെല്ലാം തകർത്തല്ല. അയ്യോ. എന്താണ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോകുക. എപ്പോ തിരിച്ചു വരുമെന്നുള്ളത് എനിക്കേ അറിയില്ല. അതുകൊണ്ട് ഞാൻ വീടൊഴിയുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. നീ അതെടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ. ആൾ ദി ബെസ്റ്റ് എന്ന് തുളസി. അയ്യോ, ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഛേ. ഇത്ര വേഗം എണീറ്റ് പോകുന്ന നമ്മൾ ഇവിടെ ചെയ്ത എക്സസൈസ് പോരാഞ്ഞിട്ടാ? അത് വേറെ. ഞാനും ബ്രഷ് ചെയ്തിട്ട് വരാന്നേ. യെസ്, കം ഇൻ. ഇതെന്താണത്? ഇതെന്താ ഇങ്ങനെ തന്നെ വരുന്നത്? എനിക്ക് പേടിയാവുന്നു. ഗുഡ് മോർണിംഗ് മാഡം ആൻഡ് സാർ. തന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഇവിടെ വന്ന് വാചകടിക്കുന്നേ? എനിക്കിവിടെ ജോലി ഉണ്ടായിട്ടല്ലേ ഞാൻ വന്നത്. അല്ല, മനസ്സിലായില്ലല്ലോ. ഐ ആം വീരയ്യ. നോൺസെൻസ്. ബ്രേക്ക്ഫാസ്റ്റ് മാഡം ആൻഡ് സാർ. ഇവിടെ ആരും ഇത് ആവശ്യപ്പെട്ടില്ലല്ലോ. കറക്റ്റ്. അവിടെ വെച്ചിട്ട് പോയിക്കോ. ഓക്കെ മാഡം. Don't waste our time. വേഗം സ്ഥലം വിട്. I know. I can understand your problem. I am MA English. If you want anything, you can call me by bell. ഒന്ന് പോടോ കുള്ള. Veer, not Kullan. Call me Veerayya. ഇങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ? വേഗം റെഡിയാവ്. 24 hours 365 days restless job. അതല്ല ഞാൻ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അതാണോ? അതുവരെ കാക്കാൻ എനിക്ക് പക്ഷേ ക്ഷമയില്ലല്ലോ മോനെ. ഒരു മോഹമുണ്ടടി. എന്താ കാര്യം? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വെള്ളം കിട്ടില്ല. വെള്ളം അന്വേഷിച്ചോ? ഈ സ്ഥലത്ത് എങ്ങനെ വെള്ളം കിട്ടാനാ? പുറപ്പെട്ടിട്ട് 1 മണിക്കൂർ പോലും ആയില്ല, അതിനു മുൻപ് ദാഹം തുടങ്ങിയോ? ഞാൻ വെള്ളം അല്ലാണ്ട് വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അയ്യോ, ഇത് വല്ലാത്ത പ്രയാസമാണല്ലോ. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നോക്കിയേ, തൊണ്ട വരെ വറ്റി വരണ്ടു. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? വെള്ളം ദാഹിക്കുന്നു. സോറിയോ? അതിന് ഞാൻ അമൃതൊന്നുമല്ലല്ലോ ചോദിച്ചത്. വായടച്ചൊന്നും മിണ്ടാതിരിക്കണ്ടോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്നൊന്ന് നോക്ക്. മുത്തശ്ശി, കുറച്ച് വെള്ളം തരുമോ? ദൈവമേ, അപ്പൊ എനിക്കോ? എന്തോന്ന്? വെള്ളം. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ വിലങ്ങൊന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി കുടിച്ചേനെ. എനിക്ക് അത്രയും സ്നേഹമൊന്നുമില്ല. നിങ്ങളെ അഴിച്ചു വിട്ടാലേ നിങ്ങൾ ഓടിക്കളയും. ഓ ദൈവമേ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എന്ത് ചെയ്യാനാ?
പ്ലീസ്. ഇങ്ങനെ ഒരു കിഴങ്ങൻ തന്നെ ഞാൻ ശരിയാക്കി തരാടോ. ആ, വെള്ളത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? അല്ലല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. എനിക്കൊരു സംശയം. ഇവളോട് ഇനി മിണ്ടാതിരിക്കുകയാണ് നല്ലത്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും കണ്ടില്ലേ, ലാ 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 ലാ, ഞാനൊന്നും കണ്ടില്ലല്ലോ, ലാ ലാ ലാ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ആൻഡ് സാർ. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ മാഡം ആൻഡ് സാർ. ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ നേരം കിട്ടിയില്ല. ഓക്കെ, ലഞ്ച് റെഡി മാഡം ആൻഡ് സാർ. നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ മാഡം ആൻഡ് സാർ എന്ന് പറയുന്നേ? ഞാൻ എല്ലാരും ഒരുപോലെ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം മാഡം പിന്നെ സാർ എന്ന് പറയുന്നത് എന്താ? ഐ ലൈക്ക് ലേഡീസ് സാർ. ശരി, ഇവിടെ വെച്ചിട്ട് പോക്കോളൂ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഇത്രയും പൊക്കം കുറവുള്ളതല്ലേ, പിന്നെ എങ്ങനെ ഡോറിന്റെ കോളിംഗ് ബെൽ അടിച്ചത്? അത് ഞാൻ പറയില്ല മാഡം, അത് ട്രേഡ് സീക്രറ്റാ. ഏയ് വീർ, ഞാൻ ചോദിച്ചത് എന്താ മറുപടി പറയാത്തത്? പേടിക്കണ്ട മാഡം, എനിക്കൊന്നും കാണാൻ കഴിയില്ല. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി ലാ 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 ലാ. ഹാവൂ, അപ്പൊ ഇവനൊന്നും കണ്ടിട്ടില്ല.